വിവോയുടെ വിവോ പാഡ് SE എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ പാഡ് SE എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വിവോ പാഡ് SEയിൽ 12.3 ഇഞ്ചിൻ്റെ 2.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 2444x1600 ആണ്. പിന്നെ LCD പാനലാണ് ഇതിൽ വരുന്നത്. 90 Hz റിഫ്രഷ് റേറ്റ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ടാബ്ലറ്റ് ഏകദേശം 11,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ 90 Hz റിഫ്രഷ് റേറ്റ് ഓക്കെ ആണ്. പിന്നെ ഈ ഒരു ടാബിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വെർഷനും അതുപോലെ തന്നെ ഒരു സോഫ്റ്റ് ലൈറ്റ് എഡിഷനും വരുന്നുണ്ട്. അപ്പം ഈ ഒരു സോഫ്റ്റ് ലൈറ്റ് എഡിഷനിൽ ഒരു നാനോ എച്ചിങ് AG ടെക്നോളജി എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ കണ്ണിനൊക്കെയുള്ള സ്ട്രെയിന് കുറച്ചും കൂടി കുറയുന്നതായിരിക്കും. അപ്പം തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു ടാബിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ ടാബിൻ്റെ വെയിറ്റ് വരുന്നത് 559 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 6.8 mm ആണ്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സറാണ് ഈ ടാബിൽ വരുന്നത്. 11,500 രൂപ പ്രൈസ് റേഞ്ചിൽ. അത് തരക്കേടില്ലാത്ത ഒരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തരക്കേടില്ലാത്തൊരു പ്രോസസ്സറൊക്കെ ഈ ടാബിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ LPDDR4Xൻ്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ വരുന്നത്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ ടാബിൻ്റെ ബേസ് വേരിയൻറ്റിൽ 6GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 8GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. പിന്നെ കോഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ ഈ ടാബിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു കാര്യമാണ്. പിന്നെ Android 15 ബേസ് ആയിട്ടുള്ള ഒറിജിൻ OS 5 HD സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ 5 MP ക്യാമറ സെൻസറാണ് വരുന്നത്. ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. പക്ഷേ ടാബാണ്, ക്യാമറ എന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ക്യാമറ സ്പെസിഫിക്കേഷൻ ടാബുകളുടെ കാര്യത്തിൽ ഓക്കെയാണ് എന്ന് പറയാവുന്നതാണ്. ഇപ്പോൾ ഫോണുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യാം. ബാറ്ററിയുടെ കാര്യത്തിൽ 8500 mAh ബാറ്ററിയാണ് വരുന്നത്. തരക്കേടില്ലാത്തൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് ഇതിൽ വരുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 18 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പം അത്ര മികച്ച ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ചൈനീസ് മാർക്കറ്റിലാണ് ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 999 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 11,500 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചാൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്ന് പറയാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സറും പിന്നെ തരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പും ആവറേജ് ആയിട്ടുള്ള ക്യാമറ സ്പെസിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ആവറേജ് ആയിട്ടുള്ള തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട് എന്ന് പറയാം. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു ടാബ് ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇന്ത്യയിലും നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് ഒരു 11,500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും വിവോയുടെ വിവോ പാഡ് SE എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.